പോക്കണക്കോട്ടെ പക്ഷിമൃഗാദികളുടെ സംരക്ഷകനായി ഒരു ദൈവദൂതനെ പോലെ പറഞ്ഞു വരുന്ന ഡോക്ടർ പശുപതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണ നായരുടെ അധ്യക്ഷതയിൽ വമ്പിച്ച സ്വീകരണം. ഇന്ന് കൃത്യം 10 മണിക്ക് പോക്കണമോ മൈതാനത്ത് ഇന്ന് കൃത്യം 10 മണിക്ക്. കണ്ടില്ലേ അലങ്കാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാളൊരു മഫനാണ്. അതങ്ങനെ, ഇവന്റെ അമ്മാവനല്ലേ. 10 ഗുണം 10 ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്. 10 commandments. തമാശ എവിടേക്കാ അവരാമി? ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിൽ വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്. നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. എന്താടാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലേ? എന്താ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. സാർ നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? മണ്ടത്തരം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ട പൊട്ടിക്കും ഞാനാ. എന്താ പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വയ്ക്കും. വീട്ടിൽ പോടാ. വീട്ടിൽ പോ. അച്ഛ മണി താഴെ നോക്കണം. എവിടെയാ മൃഗഡാക്ടർ? അഭിമാനമായി മാറാൻ പോകുന്ന മൃഗഡോക്ടർ പശുപതി ചിരകാഭിലാഷം പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണംകോടിനെ ലക്ഷ്യമായി മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണംകോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുണ്ടാൻ പോന്നേ? ആ ചോപ്പ രാജ്യദ്രോഹിയാ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഓ ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണം. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ.
ഹരിത മതി, മതി. മനോജ്ഞം വേണ്ടേ ശരി. അത് പറ്റില്ല. UDC യെ പാടാൻ അനുവദിക്കാം. അതെ പ- 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 ആ, പാടാൻ അനുവദിക്കണം. പോടാ. മതി 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 ഇവിടെ തരുന്നോ ഇങ്ങോട്ട് മാറ്റി. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. ഓടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എന്നെ വലിയ എടുക്കാം. എന്താ ഈ ഇന്ത്യൻ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണംകോട് വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കണ. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു വാക്ക് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണും. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്താ ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണംകോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. നമസ്കാരം ഡോക്ടറെ, ഞാൻ പലതവണ ആലോചിച്ചതാ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ ഒന്ന്. സമ്മതിക്കില്ല, ഈ നാട്ടുകാർ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? എനിക്കത് മനസ്സിലാവും. കുട്ടികൾ എത്രയുണ്ട്? 2 ആൺമക്കളാ. മൂത്തവനങ്ങ് മിലിറ്ററിയില്ല. രണ്ടാമത്തവൻ അറിയില്ലേ, ബാലൻ. അവന് സൊസൈറ്റി. അതെല്ലാം എനിക്കറിയാം. ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചത്. എനിക്കോ? എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, മകളാ. എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കുക. എന്താ സബ്ജക്ട്? ചായ വന്നില്ലല്ലോ. ചന്ദ്രമതി, BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ. അതെ, അത് തന്നെ. അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു. അതെ, കഴിച്ചില്ല. ചായ വന്നു. ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതെ, 3 സിസ്റ്റേഴ്സാ. 3 പേരും അങ്ങ് വെളിയിലാ. ഓഹോ. ഒരാള് സൗദിയില്, ഒരാള് സിംഗപ്പൂര്, ഒരാള് ലുക്കീമിയയില്. എവിടെ? എവിടെ? ലുക്കീമിയയില്. ഓ. പിന്നൊരാള് 3 ആയല്ലോ. ആയി. പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി. അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക്. കുട്ടികൾ എത്രയുണ്ട്? എനിക്കോ?
കേട്ടോ എന്താ ചെയ്യങ്ങനെ ചോദിച്ചാ എന്താ കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. ആ ആ ഡിസംബർ. അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. വാ, കണ്ടാ തോന്നില്ല കേട്ടോ. എന്താ ചെയ്യാ, ഒരാങ്ങളല്ലേ ഉള്ളൂ. പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്ന് ഞാൻ കേറി അങ്ങ് തടിച്ചു. എന്റെ ഈശ്വര. അമ്മേ മകളാ? അതെ. പരിചയപ്പെട്ടില്ല. ആ അപ്പോഴേ താക്കോലെ രാഘവാരത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ. ആ അത് മറന്നു. അമ്മേ, ആ കളപ്പനയുടെ താക്കോലിങ് എടുത്തോളൂ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. എന്താ പറഞ്ഞത്? ഇതാ. എന്താ ആ, പറഞ്ഞത്? അതെ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്യടത്ത് പോയി താമസിക്കണത് പ്രസിഡന്റിനോട് നാണക്കേടാ. സൗകര്യക്കുറവാണ്. ഒക്കെ കുറിപ്പ് നോക്കിക്കോളും. ഇതാ. ആ ആ അമ്മേ, അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലിങ് കൊടുത്താട്ടെ. അമ്മ, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ. ഓ നമസ്കാരം. നമസ്കാരം. മോളെ എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ. അയ്യോ അമ്മ, ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. അയ്യേ. ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരല്ല താമസം. ഇങ്ങോട്ട് കൊടുത്താട്ടെ. ആ. പഴനി ആണ്ടവാ, മുരുക, അമ്മേ ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ. ഇന്നിതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം. നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട. കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും. മിലിറ്ററി വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു ആരുടെ അച്ഛാ ഞാനാ ബാലൻ. എന്താടാ? ഈ കഥ ഒന്ന് തുറന്നേ. ആരാ? മകൻ ബാലനാ? Who is the patient? ഇതാണ് എന്റെ മകൻ ബാലൻ. എല്ലാവരും മനസ്സിലായി. രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അല്ല, അതെ, ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസമാക്കിയത്? Who is this fellow? ഞാൻ ഈ കളപ്പുരയുടെ അവകാശിയാ. എന്റെ അമ്മയുടെ വീതം ഇത്. ഒപ്പം പ്രസിഡന്റ് താക്കോൽ എടുത്തിക്കൊണ്ട ഏത് എന്ത് പറഞ്ഞാലും ഇതിനകത്ത് കയറി താമസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. Brother, you see, President... വേണ്ട, വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട. ഇന്നൊരു രാത്രി എന്റെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കാം. നാളെ നേരം വെളുത്താൽ നിങ്ങൾ ഇവിടെ കാണരുത്. മനസ്സിലായോ? വാ. പരിഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാം. അല്ല, പരിഹാരം ഉണ്ടാക്കാം. എന്നെ ആരെയും പേടിച്ചിട്ടല്ല, ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ ദോഷം പ്രസിഡന്റിനാവൂലോ എന്ന് വിചാരിച്ചിട്ടാ. കുറെ കളരഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും കോളേജിൽ നിന്ന് ഇറങ്ങിയത്. മാരകായുധങ്ങളുമായി എന്തിനും തയ്യാറായിട്ടാണ് അവർ വന്നത്. പിന്നെ താൻ എന്താ കുന്തം വിളിയോൾ എന്ന് കളഞ്ഞത്? വഴക്കിനൊന്നും പോവണ്ട പ്രസിഡന്റ്. നമുക്ക് പോലീസിലൊന്ന് പറഞ്ഞാലോ? പൊക്കോണകത്ത്. ഞാനുള്ളപ്പോഴെന്തിനാ പോലീസും പട്ടാളവും? ആ ഡോക്ടറെ, നമുക്ക് ഇത് ധൈര്യമായിട്ട് നേരിടാം. എങ്ങനെ? ആ അതായത് നമുക്ക് ആ വീടങ്ങ് മാറാം. ആ, അത് തന്നെ ഞാനും പറയാൻ വന്നത്. ആ. ഞാനിപ്പോ എന്താ വേണ്ടേ? നിക്കണോ അതോ പോണോ? നിക്കണം. നാളെ തന്നെ ഇതൊക്കെ മാളികയോട്ട് മാറിക്കോ. അവിടെ അവന്റെ അമ്മയുടെ അവകാശം പറഞ്ഞുകൊണ്ട് ആരും വരികയല്ലോ. എന്തിനാ പപ്പനെ പറയുന്നത്? മുഖത്ത് കരി തേച്ചതുപോലെ ആയില്ലേ? സ്വന്തം പെങ്ങള് തന്നെ വീതവും വിലയും പറഞ്ഞ് ചെക്കനെ അങ്ങോട്ട് അയക്കുന്നത്. നീ ഇങ്ങനെ തുടങ്ങിയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പപ്പ. കളപ്പുര അവന്റെ അമ്മയുടെ വീതമാ. അവിടെ അതിക്രമം കാണിച്ചാ അവൻ ചോദിക്കെന്നെ ചെയ്യും. നിന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ല നിന്റെ ഏട്ടനെ? ആ മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. എല്ലാം കൈയടക്കി വെച്ചിരിക്കല്ലേ അമ്മാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഓഹരിയുടെ പേരും പറഞ്ഞ് ആരും ഏട്ടന്റെ അടുത്ത് വഴക്കിന് പോകണ്ട. എന്റെ കാലം കഴിഞ്ഞ് ആരെന്ത് വേണേലും അയക്കൂ. മുത്തശ്ശൻ എന്താ കുഞ്ഞന്നാരെ കറക്കുന്നുള്ളൂ? ഇല്ല, കറന്നു കാച്ചി പതപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പതഞ്ഞോ? ആ പതഞ്ഞു പറഞ്ഞു വരുന്നു. കൊരയോട് കൊര കൊരച്ച് ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുകയല്ലയോ കാലത്ത് ആ. ഇതേ അഞ്ചാറ് വീട് കുഞ്ഞന്നാരുടെ ഈ പുളിച്ച കാടിയും കൂടി ആവുമ്പോ വഴക്കിന് പോകുന്നത് അറിയില്ലല്ലേ?
ആന്ത്രോസേ അതെ എന്റെ ഉൾപ്പല. അതാ ഞാനും പറഞ്ഞു വന്നത്. അതെ ഈ വളവളാന്നുള്ള വർത്താനം നിർത്താമോ? അതിന് അങ്ങേരൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ വന്നു. കുഞ്ഞനായരെ, ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നുന്നു. ഇവൻ ആരടാ? ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യം? അത് പപ്പന്റെ ചങ്കൂറ്റം. ഒരു പപ്പൻ. കുഞ്ഞനാരെ ഉള്ളത് പറയാമല്ലോ. അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നുപോയി. ഡോക്ടറെ, സൊസൈറ്റി ബാലിനോട് കളിക്കല്ലേ എന്ന് വരട്ടും കൂടി ആയപ്പോ സംഗതി ക്ലീൻ. അയാള് ഞങ്ങളുടെ അല്ല എന്റെ കാല് വീണില്ലേ? അല്ല അധികം വിടല്ലേ മോനെ. എടോ, മന്ത്രിമാരെക്കാൾ പവറിലല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത്. അയാൾ വിറച്ചു പോയില്ലേ. എന്നോട് ചൂടാകുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പം വെടിവെച്ചേനെ, അവിടെ കിടന്ന് അടച്ചേനെ. അവിടെ കിടന്ന് അടച്ചേനെ. ഇതുപോലെ എന്ന് പറഞ്ഞ് വിക്കിക്കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടേ കൊടുങ്ങും. ഓടാ മണുമണുപ്പ, വെടിവെക്കാൻ അറിയാവുന്ന ഒരുത്തൻ. നീ ഇളിക്കണ്ട ബാല. ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കറ്റിന് നിങ്ങൾ രണ്ടിനെയും പോകച്ചേന്. വീണ്ടും പപ്പൻ എന്നെ കൊണ്ടത് പപ്പന്റെ ആത്മബലമായി ഈ ബാലൻ. അത് ഇടുപാല. ഈ പോക്കണംകോട്ട് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ അത് വലിയ പെരുമ്പഴാവിൽ വലക്കേതിൽ പപ്പനാ. അതെ, അവനാ തന്റെ അടി.